ശ്രീ ദാമോദർ പ്രസാദ്, ഏറ്റവും അവസാനം മോഹൻ വർഗീസ് പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഒരു PCC അധ്യക്ഷനില്ല എന്ന് പറയുമ്പോൾ ഈ പോഷക സംഘടനകളെ ഇല്ലാതാക്കുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കുന്നു എന്ന ഒരു സാഹചര്യം കൂടെ ഇല്ലേ? അതും PCC അധ്യക്ഷന്റെ മുഴുവൻ സമയം സേവനം കിട്ടുന്നില്ല എന്ന അഭാവത്തിന്റെ മറപറ്റിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ന്യായവാദമാണോ? അതുപോലെ തന്നെ ഇവിടെ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യമല്ലേ, ഒരു ബാബുവിനും ഒരു ശശികലയ്ക്കും ഏത് സമയവും കയറി ചെല്ലാൻ കഴിയുക? ഒരു ബോബി അലോഷ്യസിനും ഒരു അലോഷ്യസ് സേവിയറിനും ഒരു PM നിയാസിനും ഒരു AD തോമസ് MLA-ക്കും ഒരിക്കലും കാണാൻ കഴിയാത്ത കിട്ടാക്കനിയായി മുഖ്യമന്ത്രി നിൽക്കുക? സ്വാഭാവികമായും രോഷമുയരില്ലേ? ഇവിടെ ശ്രീ N. ശ്രീകുമാർ പറഞ്ഞ കാര്യം ചേർത്തുകൊണ്ടുകൂടെ ഞാൻ ചോദിക്കുകയാണ് അങ്ങയോട്. നമ്മൾ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ആരെ പറ്റിയാണ്? ഈ പൂവരണി നമ്പൂതിരിയെ പറ്റിയല്ലേ? ഒരു ഘട്ടത്തിൽ വല്ലാതെ ചർച്ച ചെയ്തല്ലോ. ഇവിടെ ഇപ്പോൾ അനൂപിന്റെ വിമർശനം ആ രൂപത്തിൽ ഉയരുകയാണ്. ഈ ബാബുവുമായി ബന്ധപ്പെട്ടും അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യം. അപ്പോൾ രാജു P. നായർ അതിന് മറുപടിയുമായി വരികയാണ്. പൂവരണി നമ്പൂതിരിയെ എങ്ങനെയൊക്കെ വിമർശിച്ചോ അങ്ങനെയെങ്കിൽ ഈ ഘട്ടത്തിൽ പൂക്കി നായരുകളും ഉണ്ടാകുന്നു, പൂക്കി നായന്മാരും ഉണ്ടാകുന്നു എന്ന വിമർശനവും സംഗതമല്ലേ? വേണു, നമുക്ക് ഈ നെഗറ്റീവിൻ്റെ പ്രത്യേകിച്ച് നെഗറ്റീവ് എങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യാം പല ഘടകങ്ങളും വെച്ചുകൊണ്ട്. വേണു നെഗറ്റീവാണ് വേണു പറഞ്ഞത്. എൻ്റെ നെഗറ്റീവ് പറയാൻ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ നല്ലത്. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ വരെ അദാനിയുടെ പോർട്ടായിരുന്നു ചർച്ചാ വിഷയം. അതായതാണ്ട് CPM-നകത്തുള്ള ഭിന്നാഭിപ്രായം കൊണ്ട് അത് ഇല്ലാതായിപ്പോയി. അതിനുശേഷം അപ്പോൾ പിന്നെ ചാനലുകൾക്ക് അത് എടുക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് പല ചാനലുകൾക്കും ബുദ്ധിമുട്ടായി കഴിഞ്ഞു. കാര്യം അതിൻ്റെ അകത്ത് വ്യക്തമായ ഭിന്നാഭിപ്രായം വന്നു, അവർ തമ്മിൽ പ്രശ്നമായി. അതിനുശേഷമാണ് കഴിഞ്ഞ ക്യാബിനറ്റ് ബ്രീഫിങ്ങോട്, നമുക്ക് പതിവായ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന മുഖ്യമന്ത്രി എന്നുള്ള ശുഭോദർക്കമായ കാര്യമാണെന്ന് പ്രധാനപ്പെട്ട കാര്യം. ആ ക്യാബിനറ്റ് ബ്രീഫിങ്ങിൽ ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ചയ്ക്ക് വന്നത്. ആ ചർച്ചയ്ക്ക് വന്ന സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന അതിൻ്റെ റെട്രിക്കിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കാം. കാര്യം KSUവിന് എന്ത് റോളാണുള്ളതെന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതുപോലത്തെ അതാണ് അതിൻ്റെ അകത്ത് റെട്രിക്കിലെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഒരു UDF മുഖ്യമന്ത്രിയും UDF മന്ത്രിസഭ അധികാരത്തിൽ നിൽക്കുന്നു. ഈ KSU നേതാവിനോട് സീറ്റ് കിട്ടാതെ വന്നിട്ട് അദ്ദേഹം പാർട്ടി ഈ വിദ്യാർത്ഥി സംഘടനാ സ്ഥാനം രാജിവെക്കുന്നൊക്കെ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിൻ്റെ സമയത്ത് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ പിന്നീടുണ്ടായ പരിണാമങ്ങൾ എനിക്കറിയില്ല. അദ്ദേഹം അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് എന്തായാലും കണ്ടു, അലോഷ്യസ് സേവ്യർ രാജിവെക്കുന്നു സ്ഥാനാർത്ഥി കിട്ടാത്തതുകൊണ്ട് എന്നുള്ള വാർത്ത ഞാൻ കണ്ടിരുന്നു. എന്തായാലും PM നിയാസും അലോഷ്യസ് സേവ്യറും CPM-ൻ്റെ അടുത്ത് നടക്കുമോ? കേരളത്തിൽ UDF-ൻ്റെ മുഖ്യമന്ത്രി അധികാരത്തിരിക്കുന്നു, വന്നിട്ട് 50 ദിവസമായിട്ടുള്ളൂ. പരസ്യമായിട്ട് സംഘപരിവാർ ബന്ധം ആരോപിക്കുന്നു. ഇവർക്ക് പറയാൻ വെക്കാം, ഇവർ ആദ്യമേ ഇദ്ദേഹത്തെ പോയി കണ്ട് അനുവാദം വാങ്ങിയോ നേരിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ചർച്ച ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതല്ല, VD സതീശൻ്റെ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു പബ്ലിക് കൺസെൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് അദ്ദേഹത്തെ അവഹേളിക്കാൻ ഉദ്ദേശം കൊണ്ട് ഒരു പ്രസ്താവന ആദ്യം സമൂഹത്തിൽ ഇറക്കുക, മാധ്യമങ്ങളോട് ചർച്ച ചെയ്യിപ്പിക്കുക. ആ മാധ്യമങ്ങളോട് ചർച്ച ചെയ്തതിന് ശേഷം പിന്നീട് എന്തിനെ പോയി കണ്ടതിൽ അർത്ഥമുള്ളത്? പിന്നെ എന്തിനെ കാണുന്നത്? അദ്ദേഹം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അദ്ദേഹം അദ്ദേഹം നിഷേധിക്കരുതെന്നു. അതുപോലെ ഹിന്ദു ഐക്യവേദിയിലെ അതൊരു താരതമ്യമില്ല. അത് ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു. കേരളത്തിലെ പല ആൾക്കാരും വന്ന് തന്നെ കാണാൻ ശ്രമിച്ചു, ആ കാണുന്നു മാത്രം. ഇവിടെ പ്രശ്നം അതായിട്ട് താരതമ്യമല്ല. പരസ്യമായിട്ട് തൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാൾ തന്നെ വിമർശനം പരസ്യമായിട്ട് സംഘപരിവാർ ബന്ധം ആരോപിക്കുക, ഇല്ലാത്തൊരു ആരോപണം ഉന്നയിക്കിയ ശേഷം പിന്നീട് പോയി എന്തിനെ തിരുത്തുന്ന അർത്ഥമുള്ളത്? അതിൻ്റെ പുറത്തൊരു പക്ഷേ നിലപാട് എങ്കിൽ കൂടിയാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത് കാണാൻ അവസരം കൊടുക്കുക. ആ കാണാൻ അവസരം കൊടുക്കുന്ന വഴി ഒരു പക്ഷേ ഒരുപാട് ഈ മാധ്യമങ്ങൾക്ക് ഉണ്ടാക്കുന്ന നെഗറ്റീവ് ചിലപ്പോൾ ഇല്ലാതിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ തെളിവുകൾ സഹിതം എന്റെ കൈവശമുണ്ട്, ഇനി മിണ്ടുമോ എന്ന് ദേശാഭിമാനിയോട് കാട്ടുന്ന അതേ രാഷ്ട്രീയ ഹുങ്കോടെ അതാണ് ശ്രീ മോഹൻ വർഗീസും ചൂണ്ടിക്കാട്ടുന്നത്. വർഗശത്രുവിനെ കാണുന്നത് പോലെയാണ് സ്വന്തം കൂടാരത്തിലെ പോഷക സംഘടനയുടെ ഈ സാധുതയെ ചോദ്യം ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രി. അതുപോലെ തന്നെയാണ് KSUവിനെ ചോദ്യം ചെയ്യുന്നത്. ഗ്രൂപ്പ് വൈരമൊക്കെ ഉണ്ടാകുമായിരിക്കും. അത് ആ സംഘടനകളുടെ സാധുതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളിലൂടെയാണോ നേടിയെടുക്കേണ്ടത്? പിന്നെ താങ്കൾ പറയുന്ന ഒരു നറേറ്റീവും ചേർന്ന് പോകില്ല. ഈ AD തോമസിന്റെ വിഷയത്തിൽ AD തോമസ് എവിടെയാണ് മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ പ്രതികരിച്ചത്? അതിനുശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുന്നത് അത് AD തോമസിന്റെ ഏത് സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ്?
വേണുവിൻ്റെ എഡിറ്റോറിയലൈസ് ചെയ്യപ്പെട്ട ചോദ്യങ്ങൾ 3 ചോദ്യങ്ങളാണ്. അതായത് ഈ 3 ചോദ്യങ്ങളും പരസ്പര ബന്ധമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷേ പരസ്പര ബന്ധമില്ല. എ ഡി തോമസും അതുപോലെ ഇന്നലെ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവനയിൽ ബന്ധമില്ല. ആൾക്കാർക്ക് തോന്നും ബന്ധമുണ്ടെന്ന്. അങ്ങനെയില്ല. അത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. നമ്മളതിനെ അപധർമ്മിച്ച് മുഖ്യമന്ത്രി അല്ലല്ലോ, ഒരു സെക്കൻഡ് SIT യുടെ കാര്യത്തിൽ കേൾക്കൂ DGPയുടെ മുന്നിലല്ലേ എത്തിയിട്ടുള്ളത്, വെർബാറ്റം കേട്ടോളൂ. അല്ല, DGPയുടെ മുന്നിലിരിക്കുന്ന ഒരു കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്, മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? അവിടെ നിന്ന് റിപ്പോർട്ട് വരണം. നിങ്ങൾക്ക് പല ആളുകൾക്കും ധൃതി ഉണ്ടാകും, പല കാരണങ്ങളുടെ പുറത്ത് നിങ്ങൾക്ക് പല ആളുകൾക്കും ധൃതി ഉണ്ടാകും, പല ധൃതിയും ഉണ്ടാകും. ഓടുകയാണ് AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും. നടപടിയെടുക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണ് ഈ ഇരിക്കുന്ന അജിത് കുമാർ എന്ന് AD തോമസിനും ഉണ്ടെന്നേ ധൃതി. ഞാനൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവുമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അത്തരം ഒരു പരിഹാസം കൊണ്ട് ദാമോദരെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കും എന്ന സാധ്യത അങ്ങ് അടയ്ക്കേണ്ട. ഇടയ്ക്ക് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഇടയ്ക്കല്ല, പലതവണയും ചോദിച്ചത്. പക്ഷെ പറയാനുള്ള അവസരം തന്നാൽ മതി എന്ന് ഞാൻ പറയുന്നത്. അത് ഒരു ന്യായമായിട്ടുള്ളൊരു അഭ്യർത്ഥനയാണോ? ഒരു അവകാശമായിട്ടൊന്നും കണ്ട ഒരു അഭ്യർത്ഥന. പറ്റുന്ന രൂപത്തിൽ അങ്ങ് സംസാരിക്കുക, പറ്റുന്ന സമയത്ത് സംസാരിക്കുക. അല്ലല്ല, ഇടയ്ക്ക് ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം വന്നാൽ ചോദിക്കുക തന്നെ ചെയ്യും. ചോദിച്ചോളൂ, ആരും ചോദിക്കേണ്ട. പക്ഷേ എനിക്ക് അതിനുശേഷം മറുപടി പറയാൻ അവസരം കാര്യം നമ്മുടെ സമയം വളരെ ലിമിറ്റഡ് ആണല്ലോ. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം 2 ചോദ്യങ്ങൾ KSU ബന്ധപ്പെട്ട പ്രശ്നം. ഇത് നിങ്ങൾ പറഞ്ഞു, ഇത് തമ്മിൽ പരസ്പരം ഇത് രണ്ട് വിഷയങ്ങളാണ്. KSU ബന്ധപ്പെട്ട അവർ ഉന്നയിക്കുന്ന വിഷയം ലോയേഴ്സ് കോൺഗ്രസ് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആ ഒരു അധിക്ഷേപകരമായ കാര്യം. ലോയേഴ്സ് അതിൻ്റെ അകത്ത് ഇന്നലെ ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തവർ സംഘ് പരിവാറാണോ അതുപോലെ SFIക്കാരാണെന്ന് ചർച്ചയാണ് വിഷയം. ഇന്നിപ്പോൾ അതല്ല വിഷയം. ഇന്ന് ആ വിഷയത്തിൽ മാറി പ്രതിപക്ഷം ഉന്നയിക്കുന്ന വേറെ ഗൗരവമായ വിഷയമാണ്. അരുൺകുമാർ എനിക്ക് ആ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ ഉന്നയിക്കുന്ന വേറെ വിഷയം, ഭരണഘടനാ ലംഘനമാണ് അവരുടെ വിഷയം. അപ്പോൾ ഇവിടെ പ്രധാന അപ്പോൾ അത് സ്ഥാപിക്കാനായിട്ട് മുഖ്യമന്ത്രി കൊണ്ടുവന്ന കാര്യമാണ് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ് എന്ന വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് ഇവർ സംഘപരിവാർ പശ്ചാത്തലമോ CPM പശ്ചാത്തലമുള്ളവരാണെങ്കിൽ പോലും അവർ നിലവിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ് സിസ്റ്റമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അകത്ത് പിന്നീട് ഉന്നയിച്ചപ്പെട്ട പ്രശ്നമാണ് ഭരണഘടനാ ലംഘനമാണ്. അപ്പോഴും അദ്ദേഹം ഒരു തിരുത്തെടുത്തിൻ്റെ കാര്യം ഇത് അടിസ്ഥാനമാക്കിയിട്ടല്ല AGയാണ് തീരുമാനിച്ചു പറയുന്നത്. പിന്നെ KSU സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KSU എല്ലാം തീരുമാനിക്കുക എന്നുള്ള കാര്യത്തിൽ പരുഷമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും അറിയുന്നവരാ KSU എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ KSU യൂത്ത് കോൺഗ്രസിനും വേണുവിനൊക്കെ അറിയുന്ന വലിയ ചരിത്രം ഉണ്ടല്ലോ. ഈ KSU യൂത്ത് കോൺഗ്രസ് ചരിത്രം പറഞ്ഞാൽ അഖിലേന്ത്യാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും വെല്ലുവിളി ചരിത്രമാണ് KSU യൂത്ത് കോൺഗ്രസ് ഉള്ളത്. എങ്കിൽ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞതിന് സംസാരിക്കുന്ന ചരിത്രമല്ല KSUവിന് യൂത്ത് കോൺഗ്രസ് ചരിത്രം കിട്ടുന്നുണ്ടായില്ല. KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിനെയും ഏറ്റവും ഗംഭീരമായ ചരിത്രം എന്ന് പറയുന്നത് നേതൃത്വം നേരിട്ട് ഈ SFIക്ക് അങ്ങനെ ചരിത്രം നേരിട്ട് വെല്ലുവിളിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. 67-ൽ MLI സ്പ്ലിറ്റ് ചെയ്ത് പോയ SFI നേതൃത്വം ഒഴിച്ചാൽ പിന്നീട് ഞാൻ SFI കുറ്റം പറയില്ല കേട്ടോ. അതിൻ്റെ അതിന് വേറെ ഹിസ്റ്ററി വേറെ ഒന്നാണ്. കാര്യം അതിൻ്റെ സംഘടന നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് SFI ചരിത്രം 67-ൽ സ്പ്ലിറ്റ് ഒഴിച്ചാൽ 67-ൽ ML ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് SFI നേതൃത്വം മുഴുവൻ പോയി. പക്ഷേ കേരളത്തിലെ KSU യൂത്ത് കോൺഗ്രസ് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തെ അത് വെച്ചാൽ ആ നേതൃത്വം പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേതൃത്വമായിട്ട് അതിന് ആഭിമുഖ്യമില്ല, പരസ്യം വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനകത്തുള്ള ഒരു രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ തർക്കത്തിന് പരോക്ഷമായ മറുപടികളാണ് പലപ്പോഴും VD സതീശൻ പറയുന്നത്, അല്ലെങ്കിൽ VD സതീശനെ പ്രയോഗിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇത് തീർച്ചയായിട്ടും CPM സംബന്ധിച്ചോളം ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റു രീതിയിൽ CPMന് ഉയരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പുകൾക്കാണ് 2000 ഒരു പല ഘട്ടത്തിൽ 2001 ഘട്ടത്തിൽ നമുക്കറിയാം 2006 ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 2001 പകുതി വരെയെങ്കിലും CPM സ്ഥലം ഏറ്റവും CPMന് ഒരു തിരിച്ചു വരും. 2001 ദയനീയമായി പരാജയപ്പെട്ട CPM തിരിച്ചു വരാൻ സാധിച്ചത് കോൺഗ്രസിൻ്റെ അകത്തുള്ള അതിഭീകരമായ ഗ്രൂപ്പുകൾക്കാണ്. കരുണാകരൻ നയിച്ച ഗ്രൂപ്പുകൾ, കേരളത്തിലെ മരീമസമാക്കിയ ഗ്രൂപ്പുകൾക്ക് ഒരുപക്ഷെ ആ നിലയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ ഇന്നത്തെ ആ നിലയ്ക്കുള്ള നേതാക്കൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ പലവർക്കും അതിനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ പ്രത്യാഘാതം എന്താണ്? അതിൻ്റെ പ്രത്യാഘാതം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അല്ല, അത് BJPക്കാണ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. BJPക്ക് സ്പേസ് ഉണ്ടാക്കി മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയാണ്. ആരാണോ ഇതിന് പ്രചോദിതമാണ് ഈ കേരളത്തിലെ ഭരിക്കുന്ന മുന്നണിയെ, അതായത് സതീശൻ്റെ സർക്കാരിനെ ഇത്ര എളുപ്പത്തിൽ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ഇതുപോലെ സംഘപരിവാർ ആരോപണം ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി കൊണ്ടുവന്നാൽ അത് CPMനല്ല ബെനിഫിറ്റ് ചെയ്യാൻ BJP ആണെന്നും അത് കേരളത്തിൽ കോൺഗ്രസിന് ലോക്സഭാ സാധ്യതകൾ ഇല്ലാതാക്കുകയും അത് ആത്യന്തികമായി അപ്പോൾ ഏതാനും നേതാക്കളുടെ ചില വ്യക്തിപര താല്പര്യത്തിന് പുറത്ത് കേരളത്തിൽ BJPക്ക് സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും കോൺഗ്രസിന് തൊഴിൽപ്പെടുത്തി അങ്ങനെ ലോക്സഭയിൽ ശേഷം ഭരണമാറ്റവും നേതൃത്വമാറ്റവും പ്രതീക്ഷിക്കുന്ന പല ആൾക്കാരും കോൺഗ്രസ് ഇല്ലാതാക്കുന്ന രാഷ്ട്രീയത്തിലും തീർച്ചയായിട്ടും CPMനെ ബെനിഫിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം CPM
എഫിന് ബെനിഫിറ്റോടെ കാര്യം CPM തിരിച്ചു വരുന്ന ഒരു മാതൃക ഇതാണെങ്കിൽ കേരളത്തിൽ BJP ഇടതുപക്ഷത്തിന് സാധ്യതയെങ്കിൽ അത് വളരെ പ്രോത്സാഹജനകമാണ്, അത് നല്ലതാണ്. പക്ഷേ അവരെല്ലാം സാധ്യത ഉണ്ടാക്കുക BJP. നേരത്തെ അരുൺകുമാറും കൂടി സൂചിപ്പിച്ചു BJPക്കാണ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ നിലയിലാണ് BJPക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ, VD സതീശനെ സംഘപരിവാറെ ബന്ധപ്പെട്ട് നടത്തുന്ന ആരോപണങ്ങൾ BJPക്ക് ലെജിറ്റിമസി ഉണ്ടായി കൊടുക്കുകയും അത് തകർക്കാൻ പോകുന്ന UDFന്റെ അസ്ഥിവാരാണ്. ഇതൊരു ഭീകരമായ അന്തരീക്ഷത്തിലേക്കാണ് ഈ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിന് പോഷക സംഘടനകൾ എപ്പോഴും നേതൃത്വത്തിനെതിരെ സ്വതന്ത്രമായി കലാപം ഉയർത്തിയ ആൾക്കാർ, ആരുടെയും ചട്ടുകയറ്റില്ല. അങ്ങനെ പിന്നീട് കർണാടക ബാലയിൽ നിന്ന് ആൾക്കാരൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ന് കോൺഗ്രസ് എത്തിച്ചേർന്നാൽ അത് UDFന്റെ രാഷ്ട്രീയത്തെ ദുർബലാക്കുന്നത് എങ്ങനെയാണ്? UDFന് ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ നേടാനുള്ളത്? അപ്പോൾ അതിലേക്കാണ്. അപ്പോൾ ആത്മാവ് വിറ്റാലും മറ്റെന്തൊക്കെ നീ പറഞ്ഞാൽ എന്താണ്, ആരാണ് വിൽക്കാൻ പോകണമെന്നുള്ള കാര്യം കേരളത്തിലെ മനുഷ്യരും കാണുന്നുണ്ടല്ലോ. ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിലെ മനുഷ്യരും എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കാണുന്നുണ്ട് എന്താ നടന്നുകൊണ്ടിരിക്കണമെന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇന്ന് ലൈവാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ട വിഷയമാണ്. അതും എല്ലാവർക്കും കാണാം. ഈ സംഘടനാ നേതാക്കൾക്ക് മാത്രമല്ല, പൊതുജന സമക്ഷം കാണാണ്. മുഖ്യമന്ത്രിയുടെ ഓരോ ഇടപാടുകളും രഹസ്യമായിട്ട് കാണുന്നതല്ല, പരസ്യമായി കാണുന്നതാണ് എല്ലാ ആൾക്കാരും. അവർക്ക് സ്വമേധയാ വിലയിരുത്തുക. അപ്പോൾ ഇവിടെ സതീശൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം ശ്രദ്ധിക്കേണ്ടി. മാധ്യമത്തിന് അതീതമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു വോയിസ് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനൊരു ദീർഘകാല രാഷ്ട്രീയത്തിന് ഗുണകരമായിട്ട് വരും ചെയ്യും. അത് നമ്മൾ കാണാതിരിക്കേണ്ടത്. എല്ലാ മീഡിയ നരേറ്റീവിൻ്റെ പുറത്തും അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത് തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കാണണം. ഇനി അതിന് ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം അത് ഇവോൾവ് ചെയ്യാൻ പോണത്. ശരി, ആ ഒരു വശം കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും സംബന്ധിച്ചോളം ഈ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്ക് ഈ സർക്കാർ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ഒരു അധികാര തർക്കത്തിന്റെ പ്രശ്നം മാത്രമായി തന്നെ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് വേറൊരു കണ്ടന്റും അതിൻ്റെ അകത്ത്. Big TV without fear or favor.